Hello guys, welcome back to my YouTube channel. So after a long time, ഇങ്ങനെ ഏകദേശം ഒരു 1 year ആയെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം നമ്മളിന്ന് പുത്തൻ ഒരു വ്ളോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി തൊട്ട് ഇത്തിരി കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ചെയ്യാം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ഇത്. നമുക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അമ്മയൊക്കെ വന്നു പോയി, കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തോ നമുക്ക് അതിനുള്ളൊരു സമയവും സാഹചര്യവും ഒത്തു കിട്ടിയില്ല. അപ്പോൾ ഇന്നെ കാണാൻ ഒരു വൃത്തിയുടെ കോലത്തിലൊക്കെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. എൻ്റെ പുറകിൽ ഞാൻ അലങ്കരിച്ച് വെച്ചേക്കുന്ന കേട്ടോ, അതായത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എന്നെ നോക്കിക്കും. അപ്പോൾ നമ്മളിന്ന് ലോങ് ട്രിപ്പ് പോകാൻ പോവാണ്. ലോങ് ട്രിപ്പ് മീൻസ് ഒരു 5 day ട്രിപ്പ്, ഈസ്റ്റർ വീക്കെൻഡോടനുബന്ധിച്ച്. പിന്നെ അതുകൂടാണ്ട് അജ്മലിൻ്റെ ബർത്ത്ഡേ ആണ് 21-ാം തീയതി. അപ്പം അതൊക്കെ വെച്ച് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് ഓഫായിരുന്നു, പക്ഷേ ഇന്നലെ ഷോപ്പിംഗ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോയി. അപ്പോൾ ഇന്ന് പോയി ഞങ്ങൾ ഇന്ന് സൺഡേ മോർണിംഗ് 9:30 AM നമ്മളിനി 5 days ആഫ്റ്റർ തേഴ്സ്ഡേ ആണ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 11:30 ആകുമ്പം മുമ്പ് ഒരു 10:30 ആകുമ്പോൾ മിനിമം ഇറങ്ങണമെന്നുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാ പാക്കിംഗ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഞാനിനി പോയി റെഡി ചെയ്യണം. അജ്മൽ റെഡിയാകാൻ കയറി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മളിന്ന് നേരെ ഡയറക്റ്റ് പോകുന്നത് ക്രൈസ്റ്റ്ചർച്ചിലോട്ടാണ്. ഇന്ന് ഈസ്റ്റർ ആണല്ലോ, ഈസ്റ്റർ സൺഡേ ആണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ലഞ്ച് ഡിന്നറൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ ആദ്യമേ പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, ഞങ്ങൾ ക്രൈസ്റ്റ്ചർച്ച് എത്തി ഗൈസ്. ഇനി റിൻറ്റുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റിൻറ്റു ഇപ്പോൾ വരും. ഞങ്ങൾ ജിൻസന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ നല്ല, അതെ റിൻറ്റു വരുന്നുണ്ട് ഗൈസ്. ഇതേ വരുന്നു സൈഡിൽ കൂടെ. അത് റിൻറ്റു ആണ്. ഞങ്ങളുണ്ടല്ലോ ഇന്ന് ഞങ്ങള് ഒരു 4 day ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്ന ഇപ്പം ഞങ്ങൾ ക്രൈസ്റ്റ്ചർച്ചിലാണ് നിലവിലുള്ളത്. ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് 1 hour ഡിസ്റ്റൻസിൽ കാസലിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊരു നൈറ്റിന് വേണ്ടി ഒരു കോട്ടേജ് പോലത്തെ ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യും. പിന്നെ അവിടുന്ന് നാളെ രാവിലോട്ടാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ കോട്ടേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോബിറ്റൺ പോലെ ഇരിക്കുന്ന, ഹോബിറ്റൺ നമുക്ക് മനസ്സിലാമത്തെ ഒരു കുഞ്ഞു കുടില് പോലെ ഇരിക്കുന്ന ഒരു വീട്ടിലാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത്. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇന്ന് ഞങ്ങളുടെ ഹോബിറ്റണിലെത്തി. രാത്രിയാണിത്, മഴയുണ്ട്. സ്റ്റെപ്പൊക്കെ താജ്മഹൽ നോക്കും. എനിക്ക് കീ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണു ഗൈസ്. ഇത് ഇത്രേ ഉള്ളൂ ഗൈസ്. നല്ല ക്യൂട്ട് എസ്തെറ്റിക് സാധനം. നിങ്ങൾ നോക്കൂ, ശരിക്കും എസ്തെറ്റിക്കിന്റെ ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോയത്. നല്ലൊരു ആർട്ടിസ്റ്റിക് സാധനം. ലൈറ്റ്സ് ഒരു പ്രത്യേക രീതിയാണ്. പിന്നെ ഒരു മഴയുള്ളതുകൊണ്ട് ഒരു നല്ല തണുപ്പും ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റ് രസമില്ല. എന്നാലും നമുക്കത് ടൗലൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ രാവിലത്തെ മോർണിംഗ് വ്യൂ കാണിച്ചു തരാം. അങ്ങോട്ട് വായു. പിന്നെ അടുത്ത സൈഡിലൊരു പുഴ, അതിന്റെ സൈഡിൽ ആടുകൾ. നല്ല കൂള നരേഷൻ. ഇതിങ്ങനെ തന്നെ ഞാൻ വോയിസ് ഇട്ടാലോന്ന് ആലോചിക്കുക ഗൈസ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗണ്ട് വീണ്ടും ഇത് ഞങ്ങൾ വന്ന് സെവാൻ്റെ വണ്ടിക്കാണ്. നമുക്ക് പാർക്കിങ് വന്ന് ആ ഗ്രാസിൽ തന്നെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തിരി വിചിത്രമായ ആചാരങ്ങളാണ്. ചേർക്കാൻ വയ്യെന്ന് തോന്നുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡിലെ ടോയ്ലറ്റ് അല്ല കേട്ടോ, ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് അബദ്ധം പറ്റില്ല, എനിക്ക് അറിയാറുണ്ട് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ക്യാബും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെയാണെങ്കിലും ഒന്ന് താമസിക്കണം എന്നുള്ള ഐഡിയ കൊണ്ട് ഇതെടുക്കുക. എല്ലാം എസ്തെറ്റിക് ആണേ, അതിൻ്റെതായ ഭംഗിയുണ്ട്. ആദ്യം തന്നെ ഞാൻ ടോയ്ലറ്റ് കാണിക്കുന്നില്ല, ഇത് കാണിക്കാം. പക്ഷേ ഇത് നമ്മുടെ വാഷ് ബേസ് നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഷവർ ഇതുണ്ട്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്.
എന്താണെന്ന് കണ്ടില്ല, ഇത് അറക്കപ്പൊടി പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് ടോയ്ലറ്റ് പേപ്പർ വച്ചിട്ടുണ്ട്, പക്ഷേ ഈ സാധനം നമ്മുടെ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് പോലെയല്ല. ക്ലോസറ്റ് ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേ കാണിക്കാൻ പറ്റില്ല, ഇതൊന്നും ഇല്ല. പക്ഷെ അറക്കപ്പൊടി തന്നെയാണ്, നമ്മൾ അറക്കപ്പൊടിയാണ് ഇതിനകത്തോട്ട് വാരിപത്രം ഇടുന്നത് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ. നല്ല തണുപ്പുണ്ട്. നമ്മൾ രാവിലെയാണ്. ഇതാണ് ഞങ്ങളുടെ ഹട്ട്. ഈ സൈഡ് ഓപ്പോസിറ്റിലോട്ട് പോയാൽ അത് ടോയ്ലറ്റ് ഈ സൈഡിൽ. ഇതിൻ്റെയൊക്കെ വീഡിയോ അത് കാണിക്കാം. നല്ല തണുപ്പുണ്ട്, രാവിലെയാണ്. മഴ ചെറുതായിട്ടുണ്ട്, ഭയങ്കര ഭംഗിയാണ്. മസ്റ്റ് ട്രൈ എന്ന് പറയും. നല്ല ഭംഗിയാണ്. മഴയുള്ളതുകൊണ്ടാണ് തോന്നുന്നു നല്ലൊരു രസം. ഈ തോടൊക്കെ മുമ്പിൽ ഒഴുകുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗി. സൈഡിൽ കൂടെ തോട്, ഒരു ഇതിൻ്റെ ടോയ്ലറ്റിലോട്ട് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗി. എന്താണെന്നറിയില്ല, സൈഡിൽ കൂടെ ഒരു കാടൊക്കെയാണ് കേട്ടോ, ഭയങ്കര എസ്തെറ്റിക്സ് ആണ്. അപ്പോൾ ഗൈസ് ഇനി റെഡി ആയിട്ട് കാണാം, നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇത്രയുമ്പം യാത്രയാവാണ്. നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ. ഞാൻ ഒരിക്കലും മറക്കില്ലേ ബർത്ത്ഡേ. എന്താണെന്നറിയോ, നിങ്ങളുടെ ആ ബർത്ത്ഡേ അന്ന് ഞാൻ പടിഞ്ഞു കെട്ടി വീണു. അതെന്താ നിങ്ങൾ മറക്കാത്തതിൻ്റെ കാരണം? അതുകൊണ്ടാണോ? എൻ്റെ ബർത്ത്ഡേക്ക് സുമി പടിഞ്ഞു കെട്ടി വീണിട്ടുണ്ട്. അന്ന് അവളെ കളിയാക്കിയതായിരുന്നു. സുമിനെ വിളിക്കാൻ പോയി ഞാനും പടിഞ്ഞു കെട്ടി വീണു. അപ്പം ബൈ ബൈ. അത് അടച്ചു കിടക്കുവാണല്ലോ. കോഫി, ഹോട്ട് ചോക്ലേറ്റ് കുടിക്കും. കുറച്ച് പയ്യൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിയിട്ടാണ് ഞങ്ങളിന്ന് ഫുഡ്, രാവിലത്തെ കോഫി, ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പോവാണ്. ചലേ ഹോക്കി ടക്ക ബ്രേക്ക്ഫാസ്റ്റ്, ബട്ടർ ചിക്കൻ പൈ. ഇതാണ് ലേക്ക് പിയേഴ്സൺ. ഞങ്ങളിവിടെ വന്നപ്പോൾ ചുമ്മാ നിർത്തിയതാണ്. നല്ല റിസോർട്ടായതുകൊണ്ട് എല്ലാം മരങ്ങളൊക്കെ നല്ല മഞ്ഞച്ച് നിൽക്കുന്നു. പുറകിലൊരു മല. എനിക്കെൻ്റെ ജാക്കറ്റ് ഇടുന്ന ആവശ്യമില്ല, എനിക്ക് വലിയ തണുപ്പൊന്നും. അവൻ്റെ ജാക്കറ്റ് ഉണ്ട്. അത് എങ്ങോട്ടും നടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. രസമാണല്ലേ, നോക്ക് വരാൻ നോക്ക്. ഞങ്ങൾ എവിടെയോ കണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം. അത് എൻ്റെ വീഡിയോ അല്ല, ഇത് എൻ്റെ മെമ്മറിയാ. പാത കൊള്ളാലെ ഗേഴ്സ്, നല്ല മഞ്ഞ മന്ദാരം വിരിഞ്ഞ പാത. ഇത്ര സമുദ്രം കിട്ടുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടു. ഭയങ്കര തണുപ്പട്ടോ, വിചാരിക്കാൻ അറിയുന്നല്ല. ഒരു ഭയങ്കര രസമുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും ഉണ്ട്.
ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഹോക്കി ടിക്ക. ഞങ്ങൾ 2ാം ഡെസ്റ്റിനേഷനിലെത്തി. ഇത് ചുമ്മാ ഒരു റൂമാണ്. ഞങ്ങൾ വന്നു ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഓൾറെഡി നമ്മൾ റെഡിയായാണ് വന്നത്. ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലോഡ്ജ് പോലത്തെ ഒരു റൂം, അത്രേ ഉള്ളൂ. ഇന്ന് വലിയ ഇസ്തറ്റിക് സാധനമൊന്നും ഇവിടെ ഇല്ല. ഒരു ടി വി ഒക്കെ ഉണ്ട്, ബാത്റൂം, ഷവർ, പിന്നെ ഒരു കുഞ്ഞു കോഫി സ്റ്റേഷൻ പോലൊരു സാധനം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ടാറ്റാ. ഇവിടുത്തെ ഇതാണ് നമ്മുടെ വിൻഡോ തുറന്ന കാണുന്ന കാഴ്ച. കുറേ വണ്ടികളും അവിടെ ഒരു കടയും. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോഡ്ജാണ് നമ്മൾ എടുത്തേക്കുന്നത്. സ്മോൾ റൂം ലൈക്ക് ദിസ്. ഇത് ഞാൻ ഹായ് ഹലോ കേസ്, ഞങ്ങളത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങളിപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ താമസിക്കാൻ റൂം എടുത്ത് ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഹോക്കി ടിക്ക ഗോർജ്, ഒരു ബ്ലൂ വാട്ടർ ലേക്ക് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തിരി നടക്കാനുണ്ട്. ഇത് ഫസ്റ്റ് വ്യൂ പോയിൻറ്റ് 5 minutes ആണുള്ളത്. പിന്നെ ഒരു 45 minutes ഒരു ട്രാക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 5 minute ട്രാക്കിലോട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ വഴി ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കയറി ഒരു 5 minute വാക്ക് ചെയ്താൽ നമുക്കൊരു ബ്ലൂ വാട്ടർ ലേക്കിൽ എത്തും. നമ്മൾ അപ്പോൾ ഇങ്ങനെ പോയി കാണിച്ചു തരാം. നേരെ വാട്ടറിൻ്റെ നിറം കണ്ടോ, ബ്ലൂ വാട്ടർ. ഓക്കെ ഗൈസ്, ഞങ്ങളിതിപ്പോൾ പിന്നെ തിരിച്ച് പാർക്കിംഗ് സ്ലോട്ടിലെത്തി. 5 minute വാക്ക് വളരെ കുഞ്ഞായിപ്പോയി. അപ്പോൾ നമുക്ക് ശരിക്കുള്ള കാണാൻ പറ്റില്ല. അപ്പോൾ 45 minute വാക്ക് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് പുറത്തോട്ട് കിടക്കുകയാണ്. ഇതിവിടുത്തെ ഒരു ക്യാമറമാൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് ലോൺ പോലെ എടുക്കാം ഈ വണ്ടി. എത്രയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും ലോൺ റെൻറ്റ് എവറിത്തിങ് സെയിം. അപ്പോൾ നമ്മളിത് അങ്ങ് ഓടി കാണുന്നുണ്ടോ, അവിടുത്തെ ആ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ കയറി നടക്കാൻ പോകുന്നത്. എന്നിട്ട് കയറി അവിടെ ചെല്ലുമ്പോൾ കാഴ്ചകൾ ഞങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഞങ്ങൾ 45 minute ട്രാക്കിൻ്റെ ഫസ്റ്റ് ഏരിയയിലാണിത്. കാടാണ് 2 സൈഡിലും. ചെറിയ തണുപ്പേ ഉള്ളൂ. ഞങ്ങൾ ജാക്കറ്റ് ഇട്ടിട്ടില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പാവുമായിരിക്കും. ഇപ്പോൾ ഒരു 4:45 സമയമായി. ഒരു 45 minute കാണിക്കുന്നത്. എൻ്റെ അമ്മ പണ്ട് വെസ്റ്റ് കോസ്റ്റ് വന്നപ്പം പറഞ്ഞേ, ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടിയുടെ പേരാണ് പന്നലെന്ന്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതൊക്കെ ഞാനിവിടെ പറയും. നിങ്ങൾക്കറിയാമോ എൻ്റെ പേര് പന്നലാണെന്ന്? എനിക്ക് പെട്ടെന്ന് നൊസ്റ്റ് അടിച്ചു അമ്മേനെ കൊണ്ട് വന്നത്. ഇപ്പോൾ പഴയ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കുന്നവരുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. തെങ്ങുകളുടെ ഇടയ്ക്കൂടെയുള്ള യാത്ര. നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് തണുക്കുന്നേ ഇല്ല. അതെന്താണോ? ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ സൈഡിൽ ബീച്ചുണ്ട്. നല്ല രസം കാണാൻ. അതായി പോകുന്നത് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ, ഹോക്കി ടിക്ക ഗോർജ് സസ്പെൻഷൻ ബ്രിഡ്ജ്. 20 persons മാക്സിമം കയറാം. ഇതുവരെ ഇതിൻ്റെ അകത്തില്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. നൈസായിട്ടുണ്ട്. ഇടയ്ക്കൂടെ കാണാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, വെള്ളം കാണുന്നുണ്ടോ? വെള്ളത്തിൻ്റെ നിറം ഈസ് ബ്ലൂ. ബട്ട് ഇവിടെ വെള്ളത്തിൻ്റെ നിറം ഈസ് ബ്ലാക്ക്. പക്ഷെ അവിടെയുള്ള വെള്ളത്തിൻ്റെ നിറം ഈസ് ബ്ലൂ. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് സസ്പെൻഷൻ പാലം. ഇതാണ് ആ വെള്ളം. തണുത്തോണ്ടല്ല ഗൈസ് ജാക്കറ്റ് എടുത്തിട്ട്, കാരണം ജാക്കറ്റ് പിടിക്കാൻ സ്ഥലമില്ല. ഹലോ, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടോ. അവനും ജാക്കറ്റ് എടുത്തിട്ടു. ആരെ കിട്ടുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത സൈഡിലോട്ട് പോവാം. ഞങ്ങളിപ്പോൾ സസ്പെൻഷൻ പാലം കിടന്ന് പിന്നെ നടക്കുവാണേ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുടി ഇതിൽ കെട്ടി വെച്ചു. മുഷെടുക്കാൻ മറന്നുപോയി വീട്ടിൽ. സോ നമ്മളിത് ഈ നടന്ന് കയറി ചെല്ലുന്നതാണ് ഹോക്കി ടിക്ക ഗോർജ്.
ഒന്ന് സൈഡ് തരുമോ പ്ലീസ്? പുള്ളിക്കാരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എത്ര വേണം കാണില്ല കേട്ടോ. പോവാണ് ഗൈസ്. നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ലൂപ്പ് പോലെ തിരിച്ചിറങ്ങായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഡേഞ്ചർ കാരണം അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കാണാം. ബൈ 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 ബൈ. ഞങ്ങൾ ഹോക്കി ടിക്ക ഗോർജിൽ നിന്ന് തിരിച്ച് ഹോക്കി ടിക്കയിലേക്ക് പോവുകയാണ്. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകും. സൺസെറ്റ് ടൈം ആയി, അതുകൊണ്ടാണ് ഗോൾഡൻ അവർ ആണ്. റോഡൊക്കെ കാണാൻ അടിപൊളി ലുക്ക്. ഇതാണ് ഗോൾഡൻ അവറിലെ എൻ്റെ ലുക്ക്. സൺകിസ്ഡ് ചെയ്തിട്ട് എന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സൺകിസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണല്ലോ. നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ചിക്കൻ ഹോക്കി ടിക്കയിലാണ്. അപ്പം നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ ഇന്ത്യൻ ബസ് സ്റ്റോപ്പിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി 2 പേരും ഓർഡർ ചെയ്തത്. നല്ല വിശപ്പുണ്ട്. ഇന്ന് രാവിലെ കാണിച്ച ആ ഫുഡ് കഴിച്ചിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അറിയില്ല നല്ലതാണോ കഴിച്ചിട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ അടുത്തെത്തിയേക്കാണ്. ഗ്ലോബോം ഡെൽ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചതേ ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നേരെ കിടന്ന് ഷവർ ചെയ്യുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ തീർന്നു. മിക്കവാറും ഞാൻ ഈ എത്ര ഭാഗം കൊണ്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യും. കാരണം 4 ഡേയ്സ് ഫുൾ ട്രിപ്പ് ഒരു വീഡിയോയിലാക്കിയാൽ ഒരുമാതിരി 2 മണിക്കൂറത്തെ വീഡിയോ വരും. അപ്പം കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഇടത്തുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം അതോടെ തീർന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.